ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. കളമശ്ശേരിയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് നിൽക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.5 കിലോമീറ്ററും ലുലു മാളിലേക്ക് 8 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 5 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല വിശാലമായ ഒരു ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. വലിപ്പമുള്ളൊരു വണ്ടി അവിടെ പാർക്ക് ചെയ്യാം. 2 വണ്ടിയോളം പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ജലസ്രോതസ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കണക്ഷനും ലഭ്യമാണ്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനവും നമുക്ക് കാണാൻ കഴിയും. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. അതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ഇനി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കും ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമായാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോറ് കൊടുത്തിട്ടുള്ളത് 2 പാളിയോട് കൂടി വരുന്നതാണ്. ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാം. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ഐവറി കളറിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നല്ലൊരു പാർട്ടീഷനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഡൈനിങ് ഹാൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്തൊരു TV റൂമായിട്ട് ഉപയോഗിക്കാവുന്ന സ്പേസോട് കൂടി വരുന്ന ഡൈനിങ് ഹാളാണ്. ഇവിടെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് TV കാണാം. ആ രീതിയിലാണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ നിർമ്മാണം. വിശാലമായ രീതിയിൽ തന്നെയുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് വരുന്നത്. TV ഇരുന്ന് കാണുന്ന ഏരിയയും ഡൈനിങ് ടേബിൾ ഇടുന്ന സ്പേസും രണ്ടും സെപ്പറേറ്റ് ആയി ടൈലെല്ലാം ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങുന്ന ഡോറ് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്കാണ് വരേണ്ടത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് ലഭ്യമാവുക. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട 2 പ്രത്യേകതകൾ കിച്ചണും ഡൈനിങ് ഹാൾ ഏരിയയുമാണ്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. മനോഹരമായ കബോർഡ് വർക്ക് കാണാം. ചെറിയൊരു ഗ്രേ കളറോട് കൂടി വരുന്ന കബോർഡ് തന്നെയാണ്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അത് ഫുൾ കവേർഡോട് കൂടി തന്നെയാണ് അതിൻ്റെയും നിർമ്മാണം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് വീടിൻ്റെ ബെഡ്റൂം വരുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നല്ല രീതിയിൽ ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന കബോർഡാണ് ബെഡ്റൂമാണ്. അതിന് ബേ വിൻഡോ മോഡൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ബെഡ്റൂമിൻ്റെ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അതിനുപയോഗിച്ചിട്ടുള്ളത് സെറ ബ്രാൻഡ് തന്നെയാണ്. ഡൈനിങ് ഹാളിലായി ഒരു കോർണറിലായാണ് വാഷ് കൗണ്ടർ വരുന്നത്. മനോഹരമായ ഒരു സ്റ്റെയർ ഏരിയ നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഹാൻഡ് റെയിലും അതിൻ്റെ ടോപ്പിലായി വുഡും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. വിശാലമായൊരു ഹോളിലേക്കാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. ഇവിടെയെല്ലാം നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോള് നമുക്കിവിടെ കാണാൻ കഴിയും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക. ഈ ഒരു ഭാഗത്തെല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്.
നല്ല മനോഹരമായ ഡിസൈനോടുകൂടി വരുന്നതാണ്. ഇവിടെയായി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 2 TV യൂണിറ്റാണ് ലഭ്യമാവുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ ബെഡ്റൂമും ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. നല്ല മനോഹരമായ ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് 3 ബെഡ്റൂമിൻ്റെ വീടാണ്. ഇവിടെ 4 ബെഡ്റൂമും ലഭ്യമാണ്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും പുതുതായി വരുന്ന ഹൈക്കോടതിയുടെ സമുച്ചയവും കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പുതുതായി വരുന്ന ക്യാൻസർ റിസർച്ച് സെൻ്ററും അത്യാവശ്യം ലോ കോളേജ് എന്ന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു ഏരിയയിൽ ലഭ്യമാണ്. അത്യാവശ്യം വിശാലമായ 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭിക്കുക. ഇതിനെല്ലാത്തിനും വിശാലമായ ബാത്റൂമും ലഭ്യമാണ്. എല്ലാം കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്തായി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 88 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.